ഇത്തവണ PDPയുടെ വോട്ട് ഇടതുമുന്നണിക്കാണ്. അവർ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണ ഇടതുമുന്നണിക്കായിരുന്നു. ഇടതുമുന്നണിക്കുള്ള രാഷ്ട്രീയ പിന്തുണ തുടരാനുള്ള PDP കേന്ദ്ര കമ്മിറ്റി തീരുമാനം PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി അംഗീകരിച്ചുവെന്ന് അവർ ഔദ്യോഗികമായി അറിയിച്ചു. ഫാഷിസത്തോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടതു മതേതര ചേരി ശക്തിപ്പെടേണ്ടതുണ്ടെന്നും PDP കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. BJP നേതൃത്വത്തിലുള്ള ഫാഷിസ്റ്റ് ഭരണകൂടം ഉയർത്തുന്ന ജനാധിപത്യ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുപ്രധാന വിഷയം. രാജ്യത്തിൻ്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുക എന്നത് രാജ്യഭാവിക്ക് അനിവാര്യമാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി ജനതയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. മതേതര രാജ്യത്തെ മതരാഷ്ട്രീയമാക്കി പ്രഖ്യാപിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും PDP ആരോപിച്ചു. പാർട്ടിയുടെ അസ്തിത്വവും പ്രത്യയശാസ്ത്ര നിലപാടുകളും തിരിച്ചറിയുകയും ജനാധിപത്യ പ്രക്രിയയിൽ അവസരവും അംഗീകാരവും നൽകിയ രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുമുന്നണി എന്നതുകൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാരണമാണെന്നും PDP വ്യക്തമാക്കി. സംഘപരിവാറിനും ഫാഷിസത്തിനുമെതിരെ താരതമ്യേന മികച്ച രാഷ്ട്രീയ ബദൽ എന്ന നിലയിൽ ഏറെ വർഷങ്ങളായി PDPയുടെ രാഷ്ട്രീയ നിലപാട് ഇടതു മതേതര ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന സമീപനത്തോടെയായിരുന്നു. മുന്നണിയുടെ നയങ്ങളോടും നിലപാടുകളോടും ഇടതുഭരണം കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളോടും പാർട്ടിക്ക് വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അത്തരം തീരുമാനങ്ങൾക്കെതിരെ ജനാധിപത്യ വിയോജിപ്പ് തുടരുമെന്നും PDP നേതൃത്വം അറിയിച്ചു. മതേതര കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി BJPക്കെതിരെ രാഷ്ട്രീയ ബദലിന് ശ്രമിക്കുന്നത് രാജ്യം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതിൽ സംഘപരിവാറിനോടും BJPയോടും രാഷ്ട്രീയ സന്ധി ചെയ്യാത്ത ഇടതുമുന്നണി രാജ്യത്തെ പ്രധാന കക്ഷിയായി നിലനിൽക്കേണ്ടതുണ്ടെന്ന് PDP കേന്ദ്ര കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് സമിതിയും വിലയിരുത്തി. മുൻ തെരഞ്ഞെടുപ്പുകളിലും PDP ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. അവർ മുന്നണിയുടെ ഘടകകക്ഷിയല്ലെങ്കിലും മുന്നണിയുടെ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. PDPക്ക് കുറേ ന്യൂനപക്ഷ വോട്ടുകൾ സ്വരൂപിക്കാൻ കഴിയും, അതുറപ്പാണ്. പണ്ടുള്ള അത്ര ശക്തിയില്ലെങ്കിലും ഓരോ മണ്ഡലത്തിലും വ്യക്തമായ സാന്നിധ്യമുണ്ട്. പാർട്ടി ചെയർമാൻ മദനി ചികിത്സയിലാണെങ്കിലും പാർട്ടി തീരുമാനങ്ങൾക്ക് അവസാന അംഗീകാരം നൽകുന്നത് അദ്ദേഹം തന്നെയാണ്. ഏതായാലും ഇടതുമുന്നണിക്ക് പല ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നും പിന്തുണ ഏറി വരികയാണ്.